നമസ്കാരം പ്രിയമുള്ളവരെ, വളരെ രസകരമാകുന്നൊരു വാർത്തയാണ് ഇന്ന് നമുക്ക് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ന്യൂസ് ബുള്ളറ്റിനിലൂടെ പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ കണ്ടു കാണും ബരാക്ക് ഒബാമയുടെ അറസ്റ്റിനെ കുറിച്ച്. ബരാക്ക് ഒബാമയും നമ്മുടെ ഡൊണാൾഡ് ട്രംപും കൂടെ വൈറ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ പോലീസ് വന്നിട്ട് ഒബാമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരു അടിക്കുറിപ്പോടുകൂടെ ഈ വീഡിയോ നമ്മുടെ ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്തു. ഒബാമ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. അമേരിക്കയുടെ ഒരു മുൻ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടോ? പിന്നെ കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു AI കൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണ്. ഒബാമയും ട്രംപും വൈറ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് ഒരു AI വീഡിയോ ഉണ്ടാക്കി. നമ്മുടെ സാക്ഷാൽ ട്രംപ് തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു, അടിക്കുറിപ്പും കൊടുത്തു. ആരും നിയമത്തിന് അതീതരല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ AI ഒരു കാലമേ എന്തൊക്കെ കുസൃതികളാണ് AI ഒപ്പിക്കുന്നത്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതുവഴി ഉണ്ടാക്കുന്ന ഇത്തരം കൃത്രിമ വീഡിയോകളുടെ സാധ്യത അനന്തമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ട്രംപ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ നൈതികതയെക്കുറിച്ച്, അതിൻ്റെ എത്തിക്കൽ സൈഡിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു സന്ദേശം ജനത്തിലേക്ക് എത്തിക്കണമോ, ഒരു AI വീഡിയോ ഒക്കെ അവർ ഉപയോഗിക്കണമോ എന്നൊരു സംശയം എനിക്ക് തോന്നി. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കടന്നു കളിക്കുന്നത് ഇങ്ങനെയുള്ള AI വീഡിയോകളാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് AI വീഡിയോ ഇറങ്ങുന്നു, മോദിജിയെക്കുറിച്ച് AI വീഡിയോ ഇറങ്ങുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് പോലെയുള്ള വീഡിയോകൾ ചിലപ്പോൾ കാണുകയാണ്. അനന്തമായ സാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ അപകടമുണ്ട്. AI വീഡിയോകൾ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അനേക ആളുകൾ അതിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ എത്ര വലിയ തെറ്റായ വാർത്തകളായിരിക്കാൻ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അസത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായി AI മാറിയിരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത സമയത്ത് ചാർലി കിർക്കിൻ്റെ മരണശേഷം കുറേ AI വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ചാർലി കിർക്കിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ, അതുപോലെ തന്നെ ചാർലി കിർക്ക് പാട്ട് പാടുന്ന വീഡിയോ, ചാർലി കിർക്കിൻ്റെ ഭാര്യ പാടുന്ന വീഡിയോ. അതൊക്കെ നമുക്കങ്ങ് സഹിക്കാം. അവർ പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ ഉണ്ടാക്കി, AI വീഡിയോ ഉണ്ടാക്കി കുറേ അവർ പ്രചാരം നേടിക്കോട്ടെ, സബ്സ്ക്രിപ്ഷൻ പണമൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു AI വീഡിയോ ഞാൻ കണ്ടത്, ചാർലി കിർക്കിൻ്റെ ഭാര്യ വന്നിട്ട് പറയുന്നു, ഇനി ഞാൻ വിവാഹം കഴിക്കത്തില്ല. ചാർലി കിർക്കാണ് എൻ്റെ എറ്റേണൽ ഹസ്ബൻഡ്, നിത്യത മുഴുവനുള്ള എൻ്റെ ഭർത്താവ് ചാർലി കിർക്കാണ്, അതുകൊണ്ട് ഇനി ഞാൻ വിവാഹം കഴിക്കത്തില്ല. ചാർലി കിർക്കിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ആളുകൾ വലിയ ആകാംക്ഷയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു പാഠഭേദം നിശ്ചയമായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ AI സാധ്യതകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചാർലി കിർക്കിൻ്റെ ഭാര്യയുടെ തീരുമാനങ്ങളെപ്പോലും AI വഴി ആളുകൾ വ്യാജ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ മുന്നറിയിപ്പ് കൂടെ തരുവാനാണ് ഈ വീഡിയോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇന്ന കാലത്ത് കാണുന്ന പല വീഡിയോയും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ഉറപ്പുവരുത്തണം ഇത് AI വീഡിയോ ഒന്നുമല്ലെന്ന്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ബില്ലി ഗ്രഹാമിൻ്റെ പേരിൽ, പോൾ യോങ്കിച്ചോവിൻ്റെ പേരിൽ ഒക്കെ ഇത്തരം AI വീഡിയോകൾ ഒത്തിരി ശക്തമായി പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ കണ്ട ചില വീഡിയോകൾ പ്രസിദ്ധരാകുന്ന ദൈവദാസന്മാരുടെ ശബ്ദത്തിൽ AI വീഡിയോകൾ ഉണ്ടാക്കുകയാണ്. അവരെല്ലാം പറയുന്ന സന്ദേശം, അതായത് യോങ്കിച്ചോ പറഞ്ഞതും ബില്ലി ഗ്രഹാം പറഞ്ഞതൊക്കെ സന്ദേശം സെയിമാണ്. കാരണം ഒരേ സന്ദേശത്തെ പലരുടെ വോയിസിലിട്ട് പ്രചരിപ്പിക്കുന്നു. ഇത് വലിയ സാധാന്യമായ തന്ത്രമാണ്, വ്യാജത്തെ പ്രചരിപ്പിക്കാനുള്ള തന്ത്രമാണ്. ബില്ലി ഗ്രഹാം ദശാംശം കൊടുക്കുന്നത് പാപമാണെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം, പോൾ യോങ്കിച്ചോ ദശാംശം കൊടുക്കുന്നത് പാപമാണെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം, ഇങ്ങനെ ഒത്തിരി പ്രസംഗങ്ങൾ ഞാൻ കണ്ടു. ഈ ക്രിസ്തീയ ഗാനം സാത്താൻ എഴുതിയതാണ്, നമ്മുടെ സഭകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് പോൾ യോങ്കിച്ചോ ഒക്കെയാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം AI വീഡിയോ ആണ്. ഏതോ വിരുദ്ധന് അവരുടെ ഒരു ഹിഡൻ മെസ്സേജ്, ഒരു സന്ദേശം പൊതുജനത്തിലേക്ക് പരത്താൻ ആഗ്രഹമുണ്ട്. അവരുടെ സ്വന്തം മുഖം വെച്ച് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. അതുകൊണ്ട് ബില്ലി ഗ്രഹാമിൻ്റെയും യോങ്കിച്ചോവിൻ്റെയും കാതറിൻ കുൾമാൻ്റെയും ഇങ്ങനെ പ്രസിദ്ധരാകുന്ന ആളുകളുടെ വോയിസിൽ അവരുടെ പിക്ചറൊക്കെ ഇട്ടുകൊണ്ട് അവർ വ്യാജം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് AI വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും AI അനന്ത സാധ്യതകൾ മറ്റ് പല വിധത്തിലും സുവിശേഷീകരണത്തിന് AI നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന ഒരു സാധ്യതയും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.